ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ചെറിയ കോളിയസ് ഗാർഡൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ എല്ലാവരും എന്നെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസ് ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ കോളിയസ് ഗാർഡനാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 100-ൽ കൂടുതൽ വെറൈറ്റീസ് നമ്മളെ അടുത്തുണ്ട്. അപ്പോൾ ആ വെറൈറ്റീസൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കോളിയസിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കട്ടിങ്സ് എങ്ങനെ പിടിപ്പിക്കുക, അതിൻ്റെ പോട്ടി മിക്സ് എന്താണ്, അതിനെന്ത് വളമാണ് കൊടുക്കുന്നത്, ഏതൊക്കെ ടൈമിലാണ് നമ്മളതിന് വളങ്ങൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗാർഡനിലുള്ള കോളിയസ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡൻ കണ്ടിട്ട് വരാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു 4 പേർക്ക് നമ്മൾ ഈ കോളിയസിൻ്റെ കട്ടിങ്സ് സൗജന്യമായിട്ട് സമ്മാനമായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും പിന്നെ റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് ഗാർഡൻ കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മുടെ കോളിയസ് ഗാർഡൻ. നമ്മൾ 2-3 സ്ഥലത്തായിട്ടാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിമൻറ്റിൻ്റെ കട്ട ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, നമ്മൾ ഒറ്റ കമ്പ് വെച്ചിട്ടാണ് എല്ലാ ചെടിയും പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതായത് ഒരു ചട്ടിയിൽ ഒരു കമ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. 2-3 കമ്പുകളൊക്കെ വെച്ചിട്ട് ഇത് പിടിപ്പിക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഒറ്റ കമ്പുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചട്ടി നിറയെ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ പെട്ടെന്ന് നിറയെ കമ്പുകളാക്കാമെന്നൊക്കെ ഉള്ളത് അതൊക്കെ വഴിയുള്ള വീഡിയോസിൽ ഞാൻ പറയാം കേട്ടോ. ഈ ചെടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലെ പൂക്കൾ വരും. പൂക്കൾ വരുന്ന സമയത്ത് അതിനെ കുറച്ച് താഴെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ ചെടിക്ക് ചിലപ്പം മുരടിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുന്ദരി കേട്ടോ. കാരണം ഒരുപാട് കളേഴ്സായിട്ട് നല്ല ഒരു ലൈൻസായിട്ടാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. പിന്നെ ഇതാ ഇതും 2-3 കളറിലേക്ക് മാറുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അതായത് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് അതായത് വെയിലിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് നല്ല മാറ്റം വരും കളറിൽ. അതായത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ ഒരു കളറായിരിക്കും, വെയിൽ കുറഞ്ഞ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു കളറായിരിക്കും കേട്ടോ. ഈ ഒരു വെറൈറ്റി അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒറ്റ കമ്പ് വെച്ച് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിലും ചട്ടി നിറയെ കമ്പുകൾ വരുന്നൊരു ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയാണ് ചട്ടിയിൽ നിറഞ്ഞ് കാണാനായിട്ട്. അപ്പോൾ ഒരുവിധം എൻ്റെ പ്ലാന്റ്സുകളെല്ലാം തന്നെ ഒറ്റ കമ്പ് വെച്ചിട്ടാണ് ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ഓൺലൈനായിട്ട് ഒരു 140 വെറൈറ്റീസോളം ഞാൻ ആ ഒരു മഴയുടെ ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് 140 വെറൈറ്റീസും പിടിച്ച് കിട്ടിയിട്ടില്ല. കാരണം മഴ നല്ല ശക്തമായിട്ട് പെയ്യണ ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ ഞാൻ ഈ പ്ലാന്റ്സ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് 100 വെറൈറ്റീസേ പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 40 എണ്ണം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എനിക്ക് ആ വെറൈറ്റീസ് ഒന്നും ഒട്ട് കിട്ടിയതുമില്ല കേട്ടോ. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് അവർ പിന്നെ പ്ലാന്റ്സ് അയച്ചു തരാൻ അവർക്കും ചിലപ്പോൾ കളക്ഷൻ കുറഞ്ഞു പോയിട്ടുണ്ടാവും, അതാവും എനിക്ക് കിട്ടിയില്ല പ്ലാന്റ്. എന്നാലും കിട്ടിയതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കാരണം എല്ലാം നല്ല കളേഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനിത് നിങ്ങളെ മുന്നിൽ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്താ അറിയോ, നമ്മളെ വീട്ടിൽ വെറുതെ ഒതുങ്ങിക്കൂടുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് നല്ല ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സാണ് കേട്ടോ കോളിയസ്. കാരണം ഞാനിത് പിടിപ്പിച്ചിട്ട് വെറും 2.5 മാസമേ ആയിട്ടുള്ളൂ. ഈ 2.5 മാസം കൊണ്ട് എനിക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ ഈ കോളിയസ് സെയിൽ ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ DTDC കൊറിയർ വഴിയാണ് അധിക പേർക്കും അയച്ചു കൊടുക്കുന്നത്. ചില ആളുകൾ നമ്മളോട് വിളിക്കുമ്പോൾ പറയും പോസ്റ്റൽ വഴി അയച്ചാൽ മതിയെന്ന്. പോസ്റ്റൽ വഴി ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചാർജ് കുറച്ച് കൂടും കേട്ടോ. DTDC ആകുമ്പോൾ കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഏറെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല വളർന്നു വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു
പൂക്കൾ വരുന്നത്. ഈ പൂക്കൾ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ അവിടെ ബ്രാഞ്ചസ് വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ ബ്രാഞ്ചസ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. പിന്നെ ഈ പൂക്കൾ കൊണ്ട് വേറെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. വിത്തുകളുള്ള പൂക്കളാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പിലുള്ള പൂക്കളെ പരാഗണം ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു കളർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ നല്ല വെറൈറ്റീസാണ്. കാരണം ഒരു 3-4 കളറിലേക്ക് മാറുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കളർ കണ്ടോ. ഇത് ഇനിയിപ്പം നല്ല വെയിലാകുന്ന സമയത്ത് ഫുള്ള് റെഡായിട്ട് വരും കേട്ടോ. ഇത് നല്ല ചില സമയത്ത് ഇത് പച്ചയും ഒരു ബ്രൗൺ കളറും ആയിട്ടാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നല്ലോണം തിക്കായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ വെറൈറ്റി. അതായത് ഒരു കമ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കമ്പുകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ തിരളിൽ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? തിരളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നിന്നൊക്കെ പുതിയ പുതിയ ബ്രാഞ്ചസ് വരും കേട്ടോ. കട്ട് ചെയ്യാൻ അതുകൊണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇതുണ്ടോ, ഞാൻ ഇതിനൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം പുതിയ പുതിയ ബ്രാഞ്ചസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു കോളിയസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല കളറുകൾ കിട്ടുക കേട്ടോ. ചില വെറൈറ്റീസ് മാത്രം നല്ല വെയിൽ കൊള്ളുമ്പോൾ ഷെയ്ഡ് കുറഞ്ഞു പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വെറൈറ്റീസ് നമ്മൾ പിന്നീട് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വെച്ചിട്ട് വളർത്തിയെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഇതിലും ഈ ഒരു പ്ലാന്റിലും 3 ഷെയ്ഡുകൾ നമുക്ക് പല ടൈമുകളിലായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനൊന്നും വലിയൊരു മാറ്റം സംഭവിക്കുന്നില്ല. ഈ ഒരു വെറൈറ്റി ഞാൻ 2-3 സ്ഥലത്ത് വെച്ച് നോക്കി, പക്ഷേ എനിക്ക് വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു വെറൈറ്റി ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് നല്ല കളറ് കിട്ടും. പിന്നെ ഇത് കണ്ടോ, ഇത് നല്ലൊരു ടൈപ്പാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരു ചട്ടിയിൽ നിറയെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. പുതുതായിട്ട് ഗാർഡനൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ഗാർഡൻ തയ്യാറാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കോളിയസ് കൊണ്ടൊരു ഗാർഡൻ തയ്യാറാക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് താനും, നല്ല കളർഫുൾ ആവുകയും ചെയ്യും നമ്മുടെ ഗാർഡന്. കാരണം ഏകദേശം ഒരു 2 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ കോളിയസിൽ ഒരുപാട് വെറൈറ്റീസും ഉണ്ട്. കാരണം എൻ്റെ കയ്യിലൊക്കെ ഉള്ളത് വളരെ കുറഞ്ഞ വെറൈറ്റീസ് മാത്രമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 125-130 വെറൈറ്റീസ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പുതിയ പ്ലാന്റ്സുകൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പ്ലാന്റ് ഇതിൽ തന്നെ ഒരു ടൈമിൽ തന്നെ 3 ടൈപ്പിലുള്ള ബ്രാഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കണ്ടോ, യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത്. ഇതിൽ കണ്ടോ, റെഡ്, ഗ്രീൻ, യെല്ലോ മിക്സ് ചെയ്തിട്ടാണ്. ഇതാണെങ്കിൽ ഒരു പുള്ളിക്കുത്ത് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. ഇതൊറ്റ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു പ്ലാന്റ് വെച്ചാൽ തന്നെ നമുക്ക് 3 ടൈപ്പിലൊക്കെ ഉള്ള കളേഴ്സ് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിനുള്ള ഒരു ശത്രു എന്താണെന്ന് വെച്ചാൽ ഇവരാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇല ചുരുട്ടിപ്പുഴു. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇലയുടെ ഭംഗിയൊക്കെ നശിച്ചു പോകും കേട്ടോ. ഇവരെ നമ്മൾ ഒന്നുകിൽ ഡെയിലി ഇത് ചെക്ക് ചെയ്യുക. കാരണം പ്ലാന്റ്സുകൾ ചെക്ക് ചെയ്തിട്ട് ഇതിനെ എടുത്ത് മാറ്റി കൊന്നു കളയുക. അതാണ് ഇതിൻ്റെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നീം ഓയിലും സോപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇലകളിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലച്ചുരുട്ടി പുഴുക്കളിൽ നിന്ന് രക്ഷ നേടാം കേട്ടോ. കാരണം ഈ ഇലച്ചുരുട്ടി പുഴുക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കാരണം ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ കളറുകളും തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഇലകളുടെ ഭംഗി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പുഴുക്കളെ തന്നെയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇതിന് രോഗങ്ങളൊന്നും വരുന്നില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തണ്ട് തുരപ്പൻ പുഴുക്കൾ വന്നിട്ട് തണ്ടുകളെ നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഫെർട്ടിലൈസർ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഈ നീം ഓയിൽ സോപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിനൊക്കെ നല്ല ശമനം ഉണ്ടാവും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ സ്യൂഡോമോണസ് ലായനി കലക്കിയിട്ട് ഇതിൻ്റെ മരട് ഭാഗത്തും ഇലകളിലും ഒക്കെ ഒന്ന് തളിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ തളിക്കുകയാണെങ്കിലും നമുക്ക് ഈ പുഴുക്കളിൽ നിന്നൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പുഴുക്കളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചാരം ഉണ്ടാവുമല്ലോ, ആ ചാരം എടുത്തൊന്ന് വെതറി കൊടുത്താൽ മതി ഇലകളിലേക്ക്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇലകളിൽ ആ ചാരം പറ്റി നിന്നിട്ട് പിന്നെ ആ ഒരു ചെടിയുടെ ഭംഗി കുറച്ച് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ ഇലകളുടെ ഭംഗിയാണല്ലോ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതി ചൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് എല്ലാ വെറൈറ്റീസൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു 10-60 വെറൈറ്റീസൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2-3 സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരു സൈഡിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 2-3 സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ പുതുതായിട്ട് കുറേ വെറൈറ്റീസ് കിട്ടിയപ്പോൾ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഏരിയ ആണിത്. ഇവിടെയാണ് ഞാൻ പുതിയതായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. പുതിയ വെറൈറ്റീസ് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തണലുള്ള ഭാഗത്ത് വെച്ചിട്ട് വേണം പിടിപ്പിച്ചെടുക്കാൻ. ജസ്റ്റ് ഒന്ന് വേര് പിടിച്ചെന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ വെയിലിലേക്ക് മാറ്റാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ വാടി തളർന്ന് അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി. ഇതിപ്പോൾ എൻ്റെ ഗാർഡനിൽ വന്ന പുതിയൊരു സുന്ദരിയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു കളറാണ് ഇതിന്. പിന്നെ ഇങ്ങനെയുള്ള മിനിയേച്ചർ ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ കോളിയസ് പ്ലാന്റ് വാങ്ങിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ കളേഴ്സാണ്, ഏത് കോംബോ ഓഫറാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ. കോൾ ചെയ്യരുത് കേട്ടോ. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേണ്ട ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് പിടിപ്പിക്കുമ്പോൾ എങ്ങനെ പിടിപ്പിക്കണം, ഏത് രീതിയിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ വാങ്ങിച്ച ആളുകൾ തന്നെ വീണ്ടും വാങ്ങിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് അവർക്ക് പ്ലാന്റ്സ് അവിടെ കിട്ടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള പാക്കിങ്ങോട് കൂടിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു വെറൈറ്റി ഇങ്ങനെ തന്നെയാണ്. ഒരു കട്ടിങ്സ് നട്ട് കഴിഞ്ഞാൽ ഇതിൽ 3-4 ടൈപ്പ് പ്ലാന്റുകൾ ആയിട്ട് ഇത് വരും. അതായത് 3-4 ടൈപ്പിലുള്ള കളറുകളായിട്ട് മാറുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു വലിയ ഇലകളുള്ള ഒരു ടൈപ്പാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് 2 കളറിൽ കിട്ടും. അതായത് ഇത് നല്ല വെയിലുള്ള ടൈമിലേക്കാണെങ്കിൽ അത് ഗ്രീൻ കളറിലോട്ട് മാറും കേട്ടോ. അതായത് ഒരുപാട് ഷെയ്ഡുകൾ നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ കിട്ടുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റിനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ പ്ലാന്റ് പിടിപ്പിക്കണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം എന്തായാലും നടന്നു കിട്ടി. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതൊക്കെ നല്ല വെറൈറ്റീസാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, അങ്ങനെ ഭയങ്കര ഒരു ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. നല്ലൊരു ഷേപ്പാണിത്. ഇതിനെ കാണുമ്പോൾ എനിക്ക് പീക്കോക്കാണ് കേട്ടോ ഓർമ്മ വരിക. കാരണം അങ്ങനെയുള്ളൊരു ടൈപ്പ് ഒരു ഷേപ്പാണ് അതിന്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിനും നമുക്ക് 3 കളറുകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു ഗ്രീനിലുള്ളൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ ഞാൻ ചെറിയ ഓരോ കമ്പ് നട്ടിട്ടാണ് കേട്ടോ ഇത്രയും നല്ല പ്ലാന്റ്സുകളാക്കി മാറ്റിയത്. ചില പ്ലാന്റ്സ് എനിക്ക് നഷ്ടപ്പെട്ട് പോയെടുത്തുനിന്ന് വീണ്ടും ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു വെറൈറ്റി, ഇത് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഈ ഒരൊറ്റ പ്ലാന്റ് ഇപ്പോൾ ഉള്ളൂ കേട്ടോ. കാരണം ഇത് നല്ല തിക്കായി വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്ന് കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും അതിൽ പുഴുക്കൾ വന്നിട്ട് അതിനെ മൊത്തത്തിൽ അങ്ങ് തിന്ന് തീർത്തു. അപ്പോൾ പുഴുക്കളാണ് ഇതിൻ്റെ മെയിൻ ശത്രു. അതുകൊണ്ട് അതിനെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പലർക്കും ഒരു സംശയമുണ്ട്, ഒരു കമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല തിക്കായിട്ട് പ്ലാന്റ് ഉണ്ടായി വരുമോ എന്നൊക്കെ. ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഞാൻ എല്ലാം ഒറ്റ കമ്പ് വെച്ചിട്ടാണ് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം എൻ്റെ അടുത്ത് പ്ലാന്റ്സ് ആയതിന് ശേഷം ഞാൻ പിടിപ്പിക്കുന്നതിൽ 2-3 ഒക്കെ കമ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ പിടിപ്പിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് മുഴുവൻ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച മുഴുവനും ഞാൻ ഒറ്റ കമ്പ് വെച്ചിട്ടാണ് കേട്ടോ പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്പ് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു 2 മാസം അത്രയേ വേണ്ടുള്ളൂ. കൂടിയ ഒരു 3 മാസം. അതായത് നമ്മൾ എങ്ങനെ ഇതിനെ കെയർ ചെയ്യുന്നോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഒരു വളർച്ച ഉണ്ടാവുക കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു വെറൈറ്റി നമുക്ക് 3 കളറിലേക്ക് മാറുന്ന വെറൈറ്റിയാണ് കേട്ടോ. അധിക പ്ലാന്റുകളും നമ്മൾ ഒരു പ്ലാന്റ് തന്നെ വെച്ച് കഴിഞ്ഞാൽ 3 കളറിലേക്ക് മാറിക്കിട്ടും നമുക്ക്. അതായത് 3 വെറൈറ്റി കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് മതിലിൻ്റെ മുകളിലൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് 4 പേർക്ക് നമ്മൾ ഈ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എപ്പോഴാണ് നറുക്കെടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വീണ്ടും കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.